സ്ഥിരം വെടിനിർത്തലിനുള്ള അമേരിക്ക ഇറാൻ ചർച്ച പരാജയപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒരു കരാറിലും എത്താൻ കഴിയാതെ മടങ്ങുകയാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. അമേരിക്കയുടെ നിബന്ധനകൾ പലതും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ലെന്നും JD വാൻസ്. ടൈംസ് സ്ക്വയറിൽ നിന്ന് മധു കൊട്ടാരക്കര വീണ്ടും ചേരുന്നു. മധു, ശരിക്കും ഈ JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാകിസ്ഥാൻ വിട്ട് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ, നമുക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണല്ലോ വന്നിരിക്കുന്നത്? വലിയ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. JD വാൻസ് യാത്ര തിരിക്കാനുള്ള സാധ്യതയില്ല. കാര്യം ഇപ്പോൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഏതാണ്ട് 21 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷവും ഇരുപക്ഷത്തിനും ഒരു ധാരണയിലെത്താൻ കഴിയാതെ വന്നു. അതുകൊണ്ടാണ് മടങ്ങുന്നതെന്നാണ് JD വാൻസ് ഇപ്പോൾ പറയുന്നത്. തന്നെയുമല്ല, ഈ ചർച്ചകൾക്കിടയിൽ ഏതാണ്ട് 6 പ്രാവശ്യം ഡൊണാൾഡ് ട്രംപുമായിട്ട് താൻ സംസാരിക്കുകയും ചെയ്തു. ഇറാൻ അംഗീകരിക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചെങ്കിലും അവരുമായിട്ട് ഒരു യോജിപ്പിലെത്താൻ പറ്റാതെയാണ് പോകുന്നത്. ഇനി തുടർ ചർച്ചകളെ പറ്റിയും JD വാൻസ് പറയുന്നില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ നിന്ന് ചില കടുംപിടുത്തക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പാകിസ്ഥാനിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ മണിക്കൂർ ഉണ്ടായിരുന്നു. നാളത്തെ ചർച്ചകൾക്ക് വേണ്ടിയായിരുന്നു. ഒരുപക്ഷെ അവർ വന്നു എന്നുള്ള വാർത്ത ഇറാൻ സ്റ്റേറ്റ് മീഡിയ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഗതാഗത മന്ത്രാലയം പറയുന്നത് നാളെ മുതൽ, അതായത് 6 മണി മുതൽ ഹോർമോസ് കടലിടുക്കിൽ കൂടെ കപ്പൽ ഗതാഗതം ആരംഭിക്കും. അത് ഇറാനുമായിട്ടുള്ള ഒരു ധാരണയുടെ പേരിലാണോ, അല്ലെങ്കിൽ ഇന്ന് അമേരിക്കയുടെ 2 പടക്കപ്പലുകൾ അവിടെ പോയി സമുദ്ര ബോംബുകൾ നീക്കം ചെയ്യുന്നത് തുടങ്ങിയെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കുമോ എന്നുള്ളതും ഇനിയും വരും മണിക്കൂറുകളിൽ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.